സ്വാഗതം. നമ്മൾ ഇന്ന് ഫിംഗർ പ്രിന്റ് സെർച്ചറിലെ മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദ ഫിംഗർ പ്രിന്റ് റീജിയൻ ഇൻ ദ IR സ്പെക്ട്രം ഈസ്, അതായത് ഇൻഫ്രാറെഡ് സ്പെക്ട്രത്തിലെ ഫിംഗർ പ്രിന്റ് റീജിയൻ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 900 to 1400, പിന്നെ വേറെ റേഞ്ച് തന്നിട്ടുള്ളത് 12500 to 400, അങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്കറിയുന്ന കാര്യമാണ് ഫിംഗർ പ്രിന്റ് റീജിയൻ അത് ഏതാണ്? IR സ്പെക്ട്രത്തിലെ 900 to 1400 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആ വേവ് നമ്പർ വരുന്ന അല്ലെങ്കിൽ ആ റീജിയൻ ആണ് എന്ത് നമ്മുടെ ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറയാൻ കാരണം ചോദിച്ചാൽ, നമുക്ക് ഈ റീജിയനിൽ അല്ലെങ്കിൽ 900 to 1400 സെന്റിമീറ്റർ ഇൻവേഴ്സ് ഈ റീജിയനിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ മോളിക്യൂളിന്റെ അതിന്റെ കറക്റ്റ് ഫീച്ചേഴ്സ് കിട്ടും. അതായത് അവിടെ കിട്ടുന്ന സ്പെക്ട്രൽ ലൈൻസ് എല്ലാം യുണീക്ക് ആയിരിക്കും. അത് ഏത് മോളിക്യൂൾ ആണെങ്കിലും ഈ ഫിംഗർ പ്രിന്റ് റീജിയനിൽ ആ മോളിക്യൂളിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള സ്പെക്ട്രമാണെന്ത് നമുക്ക് ഈ റേഞ്ചിൽ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് റീജിയനിൽ ലഭിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്താ വെച്ചാൽ ബാക്കി റീജിയനിലൊന്നും ഇതേപോലെ യുണീക്ക് ആയിട്ട് നമുക്ക് സ്പെക്ട്രം കിട്ടില്ല. അതുകൊണ്ടാണ് എന്താ, അല്ലെങ്കിൽ നമുക്ക് ഈ റീജിയനിൽ ഏത് മോളിക്യൂളിനെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പേര് വരാൻ കാരണം നോർമലി നമുക്കറിയാം ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഓരോ വ്യക്തികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ടാണ് എന്താ അതേപോലെ മോളിക്യൂൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റീജിയൻ ആയതുകൊണ്ടാണ് എന്ത് ഈ റീജിയനെ ഫിംഗർ പ്രിന്റ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എല്ലാവരും ഓർത്ത് വെക്കുക. ഓക്കെ, അതിന്റെ റീസൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്രോമോഫോർ? ഈ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ക്രോമോഫോർ. അതായത് മോളിക്യൂൾസിന് കളർ കൊടുക്കുന്ന മോളിക്യൂൾസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രോമോഫോർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് NH2, NO2, Br, OH. ഇതില് ക്രോമോഫോർ ഏതാണെന്ന് ചോദ്യം. അതായത് ഈ ക്രോമോഫോർ നമ്മുടെ ഏതെങ്കിലും ഒരു മോളിക്യൂൾസിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യും? ആ മോളിക്യൂൾസിന് കളർ വരും. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ക്രോമോഫോർ എന്ന് പറഞ്ഞാൽ ഏതാണ്? NO2 ആണ് ഇവിടുത്തെ ക്രോമോഫോർ. ഓക്കെ, ഒരു റീസൺ പറയുകയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ ബെൻസീൻ റിംഗ്. ഓക്കെ, ബെൻസീൻ എന്താണ്? അത് കളർലെസ് കോമ്പൗണ്ട് ആണ്. ഓക്കെ, ഈ ബെൻസീനിലേക്ക് NO2 അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൈട്രോ ബെൻസീൻ കിട്ടും. ഈ നൈട്രോ ബെൻസീന്റെ കളർ എന്താ? ഒരു പെയിൽ യെല്ലോ കളർ ആണെന്ത് നൈട്രോ ബെൻസീന്റെ കളർ. അതായത് വെറും ബെൻസീനായ സമയത്ത് അതിന് കളർ ഇല്ലായിരുന്നു. അപ്പോൾ NO2 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത സമയത്ത് അതിലേക്ക് എന്ത് കളർ വന്നു. ഓക്കെ, അപ്പോൾ NO2 ഒരു കോമ്പൗണ്ടിലേക്ക് കളർ കൊടുക്കുന്ന ഒരു മോളിക്യൂൾ ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കും? ക്രോമോഫോർ എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ വേറെ ഇപ്പോൾ ഇതിൽ OH എന്നുള്ളത് എന്താണ്? നമുക്ക് ഇപ്പൊ ഈ ഒരു ക്രോമോഫോറിലേക്ക് അറ്റാച്ച് ചെയ്യണ ചില മോളിക്യൂൾസ് ഉണ്ട്. അതെന്ത് ചെയ്യും? അതിന്റെ കളർ ഒന്നും കൂടി ഇന്റൻസിറ്റി കൂട്ടാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ അഡീഷൻ അല്ലെങ്കിൽ കളേഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ വേണ്ടിയൊക്കെയാണ്, അല്ലെങ്കിൽ ആ നിലവിലുള്ള കളറിനെ ആൾട്ടർ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് എന്ത് നമ്മൾ ചില മോളിക്യൂൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഓക്സോക്രോം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ OH ഗ്രൂപ്പ് ഒക്കെ. അതായത് നമ്മുടെ ഇപ്പോൾ ഈ നൈട്രോബെൻസിനിലേക്ക് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ പെയിൽ യെല്ലോ കളർ മാറിയിട്ട് എന്തായിട്ട് മാറും? ഒരു ഡാർക്ക് യെല്ലോ കളറായിട്ട് മാറുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ NO2 ഗ്രൂപ്പ് ആണ്. ദെൻ അടുത്ത ചോദ്യം, when lambda max of a compound shift to a longer wavelength, the compound is said to have undergone. അതായത് ഒരു കോമ്പൗണ്ടിന്റെ ലാംഡ മാക്സ് ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ കോമ്പൗണ്ട് അതിനെ വിളിക്കണം, അല്ലെങ്കിൽ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താന്നുള്ളതാണ്. ഓപ്ഷൻ എ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്, ഓപ്ഷൻ ബി ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ്, ഓപ്ഷൻ സി ബാത്തോക്രോമിക് ഷിഫ്റ്റ്, ഡി നൺ ഓഫ് ദ അബോവ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ലാംഡ മാക്സ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്? ലോങ്ങർ വേവ് ലെങ്ത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്പെക്ട്രത്തില് റെഡാണ് ലോങ്ങർ വേവ് ലെങ്ത്, അല്ലെങ്കിൽ റെഡിന്റെ റീജിയനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ
അതിനെ വിളിക്കുന്ന പേരാണ് ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന്. ഓക്കെ, അതായത് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്തിലേക്കാണ് നമ്മുടെ ലാംഡ മാക്സ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന്റെ ലാംഡ മാക്സ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്തിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബാത്തോക്രോമിക് ഷിഫ്റ്റ്. ഓക്കെ, ദെൻ മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ലാംഡ മാക്സ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി അത് നേരെ തിരിച്ച് ഷോർട്ടർ വേവ് ലെങ്ത്തിലേക്കാണ് ലാംഡ മാക്സ് പോകുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്. ഇപ്പൊ വേവ് ലെങ്ത്തിന്റെ കേസിലാണ് പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ഇന്റൻസിറ്റിന്റെ ടേംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് എന്ത് അല്ലെങ്കിൽ ആ മോളിക്കൂള് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ്. അതേപോലെ ഇനി എന്ത് അബ്സോർബ് ചെയ്ത ഇന്റൻസിറ്റി കുറഞ്ഞു ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്. അപ്പൊ ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് പറഞ്ഞാൽ എ ഡിക്രീസ് ഇൻ ദ അബ്സോർബൻസ് ഇന്റൻസിറ്റി ഓഫ് എ കോമ്പൗണ്ട് ഇൻ ഇറ്റ്സ് UV വിസിബിൾ സ്പെക്ട്രം. ദെൻ ഹൈപ്പർക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ അബ്സോർബൻസ് ഇന്റൻസിറ്റി എന്താണ്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ആ വാക്കിൽ തന്നെ മനസ്സിലാവും. ഹൈപ്പർ അതുപോലെ കുറയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്. ഓക്കെ, അപ്പൊ വേവ് ലെങ്ത്തിന്റെ കേസിലും അതുപോലെ ഇന്റൻസിന്റെ കേസിലും ഈ ടേംസ് ജസ്റ്റ് ഒന്ന് മാറിപ്പോവാതെ ഓർത്ത് വെക്കുക. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്? ഡയറക്റ്റ് ചോദ്യമാണ്. അതായത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതാണെന്ന്. ഓക്കെ, ഓപ്ഷൻ എ പെർസ്പെക്സ്, ബി ബാക്കലൈറ്റ്, സി PVC, ഡി PVA. അത് തന്നിരിക്കുന്നതിൽ നമുക്കറിയാം എന്താണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന്. ഓക്കെ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്താ? നമ്മൾ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു പോളിമർ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന സമയത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ റിജിഡ് ആയിട്ട് മാറും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? വൺസ് ആ മോളിക്കൂള് അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല? റീസെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഷേപ്പോ സൈസോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? ആൾട്ടർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പ്ലാസ്റ്റിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതായത് വൺസ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് ടെമ്പറേച്ചർ കൊടുത്താൽ ഹീറ്റ് ചെയ്ത് അതിനെ ഒരു സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന്റെ ഷേപ്പിൽ ഒരു ആൾട്ടറേഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെയാണ് എന്ത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. വേറെ ടൈപ്പ് പ്ലാസ്റ്റിക് ഉണ്ട്, അതായത് തെർമോ പ്ലാസ്റ്റിക്സ് ഉണ്ട്. തെർമോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് നമുക്കതിന് വേണ്ട ഓൾറെഡി അത് എന്ത് ഹീറ്റ് ചെയ്തു നമ്മൾ ഒരു റിജിഡ് ഷേപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിന് ഷേപ്പ് അല്ലെങ്കിൽ അതിന് സോഫ്റ്റൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? വീണ്ടും ഹീറ്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും സോഫ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്നതിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതാണ്? ബാക്കലൈറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ബാക്കി 3 ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെർസ്പെക്സ് ആവട്ടെ, PVC ആവട്ടെ, PVA, ഇത് 3 എന്താണ്? നമ്മുടെ തെർമോ പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ പെർസ്പെക്സിന്റെ ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, പോളിമീഥൈൽ മെത്താക്രൈലേറ്റ് ആണ്. PVC നമുക്ക് അറിയുന്ന പോലെ തന്നെ പോളിവിനൈൽ ക്ലോറൈഡ്, PVA എന്ന് പറഞ്ഞാൽ പോളിവിനൈൽ ആൽക്കഹോൾ. ഓക്കെ, ഇതിനൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള പ്ലാസ്റ്റിക്സ് ആണ്. എന്തായാലും നമുക്ക് തന്നിരിക്കുന്നതിൽ ആൻസർ ബാക്കലൈറ്റ് ആണ്. അതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ദെൻ അടുത്ത ചോദ്യം, ദ ആസിഡ് യൂസ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് നൈലോൺ 66 ഈസ്. നൈലോൺ 66ന്റെ സിന്തസിസിൽ യൂസ് ചെയ്യുന്ന ആസിഡ് ഏതാണെന്നാണ് ചോദ്യം. ഫോമിക് ആസിഡ് ആണോ, സ്റ്റിയറിക് ആസിഡ് ആണോ, പാൽമിറ്റിക് ആസിഡ് ആണോ, അഡിപ്പിക് ആസിഡ് ആണോ? അപ്പൊ ഇതില് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിലിപ്പം സ്റ്റിയറിക് ആസിഡും പാൽമിറ്റിക് ആസിഡും എന്താണോ? ജസ്റ്റ് ഫാറ്റി ആസിഡ് ആണ്, എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ ഏതാ? ഫോമിക് ആസിഡ് അല്ല. ദെൻ ഇവിടെ തന്നിരിക്കുന്നതിൽ അഡിപ്പിക് ആസിഡ് ആണെന്ത്, അല്ലെങ്കിൽ അഡിപ്പിക് ആസിഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് നൈലോൺ 66 ഫോം ചെയ്യുന്നത്. അതായത് അഡിപ്പിക് ആസിഡ് മാത്രമല്ല, അതിന്റെ കൂടെ ഹെക്സാ മെഥിലിൻ ഡൈഅമീൻ, അതായത് നമ്മുടെ ഈ നൈലോൺ 66ന്റെ മോണോമർ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും എന്താ? ഹെക്സാ മെഥിലിൻ ഡൈഅമീനും അതുപോലെ അഡിപ്പിക് ആസിഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് നമുക്ക് നൈലോൺ 66 എന്ന പോളിമർ ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ അഡിപ്പിക് ആസിഡ്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ആൽഡിഹൈഡ് അണ്ടർഗോസ് ആൾഡോൾ കണ്ടൻസേഷൻ? അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ആൾഡോൾ കണ്ടൻസേഷൻ
തരുന്ന അല്ലെങ്കിൽ അത് ലഭിക്കുന്നത് ഏത് മോളിക്യൂളിൽ നിന്നാണ് ചോദ്യം. ഒന്നാമത്തത് HCHO, അതായത് നമ്മുടെ ഫോർമാൽഡിഹൈഡ്. ദെൻ B C6H5CHO, അതായത് ബെൻസാൽഡിഹൈഡ്. ഓപ്ഷൻ സി CH3CHO, അസറ്റാൽഡിഹൈഡ്. ദെൻ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അതില് നമുക്ക് അറിയേണ്ട കാര്യം, ആൾഡോൾ കണ്ടൻസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ എന്താവണം, അതിൽ നിർബന്ധമായിട്ടും ഒരു ആൽഫ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HCHOയിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അതായത് ആൽഫ ഹൈഡ്രജൻ എപ്പോഴാണ് വരിക? നമ്മുടെ ഈ CHO എന്നുള്ള ഇതാണല്ലോ ഇവിടുത്തെ കോമ്പൗണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട്. ഈ CHO അറ്റാച്ച് ചെയ്ത ഫസ്റ്റത്തെ കാർബണിനെ നമ്മൾ എന്താ വിളിക്കുക? ആൽഫ കാർബൺ എന്ന് വിളിക്കുക. ഈ ആൽഫ കാർബണിൽ ഉണ്ടാവുന്ന ഹൈഡ്രജനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ HCHOയിൽ എന്ത് വരുന്നില്ല? ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇനി ബെൻസീൻ റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബെൻസാൽഡിഹൈഡ് നോക്കുകയാണെങ്കിൽ അതിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടോ? അതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. കാരണം നമുക്ക് ഇപ്പം ബെൻസീൻ റിംഗ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നോക്കുക, ഇങ്ങനെയാണല്ലോ ഇതിന്റെ ഷേപ്പ് വരിക. CHO ഇതില് ഇവിടെ നമ്മുടെ ഈ CHO എന്നുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ഇതാണ്. ഈ കാർബൺ തൊട്ടടുത്ത കാർബണുമായിട്ടാണ് എന്ത് ബോണ്ടിങ് വരുന്നത്. അല്ലാതെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഒരു ഹൈഡ്രജൻ അല്ലെങ്കിൽ ഒരു ആൽഫ ഹൈഡ്രജൻ ഇവിടെ വരുന്നില്ല. ഓക്കെ, അതായത് നമ്മുടെ ബെൻസാൽഡിഹൈഡിലും എന്തില്ല? ആൽഫ ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ടും അതെന്ത് ചെയ്യുന്നില്ല, ആൾഡോൾ കണ്ടൻസേഷൻ തരില്ല. ഇനി CH3CHO ആണെങ്കിൽ അതിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ പറ്റും എന്താ, കാരണം ഇവിടെ ഒരു ആൽഫ കാർബൺ ഉണ്ട്, അതിൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് 3 ആൽഫ ഹൈഡ്രജൻ വരുന്നുണ്ട് പറയാൻ പറ്റും. അതായത് ഇവിടെ അസറ്റാൽഡിഹൈഡിൽ മാത്രമാണ് എന്ത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ, അസറ്റാൽഡിഹൈഡിൽ എന്തുണ്ട്? ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ട് അതെന്ത് ചെയ്യും, നമുക്ക് ആൾഡോൾ കണ്ടൻസേഷൻ തരും. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, then which is the correct order of reactivity of alkyl halides in SN2 reaction? അതായത് റിയാക്ടിവിറ്റി ഓർഡർ ആൽക്കിൽ ഹാലൈഡ്സിന്റെ നമുക്കറിയാം SN2 റിയാക്ഷനും SN1 റിയാക്ഷനും കേട്ടിട്ടുണ്ടാവും. SN1 എന്താണ്? നിങ്ങൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അതായത് SN1 ആണെങ്കിലും SN2 ആണെങ്കിലും വ്യത്യാസം, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. SN1 ആണെന്നുണ്ടെങ്കിൽ യൂണി മോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് SN1. SN2 എന്ന് പറയുമ്പോൾ ബൈ മോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് SN2. ഇതില് ആൽക്കൈൽ ഹാലൈഡ്സിന്റെ ഈ റിയാക്ഷനിൽ SN1 SN2, കാരണം SN1 എന്ന് ആ നെയിം വരാൻ തന്നെ കാരണം എന്താണ്, ഇവിടെ വരുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. SN2ലാണെങ്കിൽ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ് വരുന്നത്. ഇനി ഇതിൽ SN2 മെക്കാനിസം ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത് എന്നുള്ളത് എന്താണ്, ഒരു കൺസേർട്ടഡ് മെക്കാനിസം. അതായത് ഇവിടെ ബോണ്ട് ഫോർമേഷനും അതുപോലെ ബോണ്ട് ബ്രേക്കിങ്ങും എന്താണ്, രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നത്. അതായത് ഇതിന്റെ ഇടയിൽ എന്ത് നടക്കുന്നില്ല, ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് നടക്കുന്നില്ല. അതേസമയം SN1 മെക്കാനിസം ആണെങ്കിൽ രണ്ട് പ്രോസസ്സിലാണ് അവിടെ നടക്കുന്നത്. SN2 മെക്കാനിസത്തിൽ എന്ത് സിംഗിൾ പ്രോസസ് മാത്രമേ മാറിപ്പോരുത്. SN2 മെക്കാനിസത്തിൽ ഒറ്റ പ്രോസസ്സ് മാത്രമേ അല്ലെങ്കിൽ ഒറ്റ റിയാക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അതിന്റെ ഇടയിൽ എന്തില്ല, ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് വരുന്നില്ല. അതേസമയം SN1 മെക്കാനിസം ആണെങ്കിൽ SN1 മെക്കാനിസത്തിൽ എന്തോ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആൽക്കൽ ഹാലൈഡ് ആണെങ്കിൽ അതിൽ ആദ്യം എന്തെങ്കിലും ഒരു കാർബോകാറ്റയോൺ ഫോം ചെയ്തിട്ട് ആണെന്ത് പിന്നെ നമ്മുടെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം SN2ൽ അങ്ങനെ ഒരു റിയാക്ഷൻ ഒരു ഇന്റർമീഡിയറ്റ് റിയാക്ഷൻ SN2ൽ ഫോം ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ ഇതിൽ അതിന്റെ ഓർഡർ, റിയാക്ടിവിറ്റി ഓർഡർ SN1ലും SN2ലും ചെറിയ വ്യത്യാസമുണ്ട്. നമുക്കറിയാം ആൽക്കിൽ ഹാലൈഡ്സിന് നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഹാലൈഡ്സ് ഒക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ SN2 റിയാക്ഷനിൽ പ്രൈമറി ആൽക്കൽ ഹാലൈഡിനാണ് അത് കൂടുതൽ റിയാക്ടിവിറ്റി വരുന്നത്. പ്രൈമറി ഗ്രേറ്റർ ദെൻ സെക്കൻഡറി ദെൻ ടെർഷ്യറി SN2 മെക്കാനിസത്തിൽ. അതേസമയം SN1 മെക്കാനിസത്തിൽ ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വരുന്ന അല്ലെങ്കിൽ റിയാക്ടിവിറ്റി വരുന്നത് ഏതിലാണ്? ടെർഷ്യറിയിലാണ്. അത് ടെർഷ്യറി ഗ്രേറ്റർ ദെൻ സെക്കൻഡറി ദെൻ പ്രൈമറി. ഓക്കെ, അതായത് വ്യത്യാസം നോക്കുക, SN1ലാണെന്നുണ്ടെങ്കിൽ ടെർഷ്യറിയിലായിരിക്കും ടെർഷ്യറി ആൽക്കിൽ ഹാലൈഡ്സിലാണ് റിയാക്ടിവിറ്റി
കൂടുതൽ ഉണ്ടാവുക. അതേസമയം SN2 മെക്കാനിസത്തിലാണെങ്കിൽ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിലായിരിക്കും നമ്മുടെ റിയാക്ടിവിറ്റി കൂടുതൽ ഉണ്ടാവുക. ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ പ്രൈമറി സെക്കൻഡറി എന്നൊന്നല്ല തന്നിട്ടുള്ളത്, ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ്സിന് തന്നിരിക്കുകയാണ്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യത്യാസം എന്താ വരുന്നത്? അതിന്റെ ഹാലജൻ ഗ്രൂപ്പിന്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അതായത് അയഡിൻ, ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലോറിൻ. അപ്പൊ തന്നിരിക്കുന്നവയിൽ ഇനി നോക്കേണ്ടത് റിയാക്ടിവിറ്റി ഓർഡർ, അല്ലെങ്കിൽ ഇവിടെ നമുക്കറിയാം ഈ ഹാലജൻ ഗ്രൂപ്പ് എന്താണ്? ഒരു വീക്ക് ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പൊ വീക്ക് ന്യൂക്ലിയോഫൈലായ ഹാലജനെ നമുക്ക് എന്ത് ചെയ്യണം? പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ കഴിയണം. എന്നിട്ട് ഒരു സ്ട്രോങ് ന്യൂക്ലിയോഫൈലായ OH തുടങ്ങിയ ന്യൂക്ലിയോഫൈൽസുകൾ വന്ന് അറ്റാച്ച് ചെയ്യുക വേണം. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷനിൽ നമുക്ക് ഇവിടെ ആലോചിക്കേണ്ട എന്താ? ഇവിടെ ഈ ആൽക്കൈൽ ഹാലൈഡില് ഇപ്പൊ RI എടുക്കുകയാണെങ്കിൽ ഇതില് അയഡിനാണുള്ള അവിടുത്തെ ഹാലജൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ വീക്ക് ഇലക്ട്രോഫൈൽ. ഈ ഹാലജൻ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്ത് ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പം ഇവിടെ പെട്ടെന്ന് ലീവ് ചെയ്യുന്ന ഗ്രൂപ്പ് ഏതാണ്? സൈസ് കൂടിയ, അല്ലെങ്കിൽ ഹാലജൻ തന്നെ ഏറ്റവും സൈസ് കൂടിയ ആളാണ് പെട്ടെന്ന് ലീവ് ചെയ്യുക. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ അയഡിൻ ആണെന്ത് സൈസ് കൂടുതൽ, ആരേക്കാൾ? ബ്രോമിനേക്കാൾ സൈസ് കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും സൈസ് കൂടുതലായ അയഡിൻ ആയിരിക്കും എന്ത് ചെയ്യുക? പെട്ടെന്ന് ബ്രേക്ക് ലീവ് ചെയ്ത് പോവുക. അപ്പൊ സ്വാഭാവികമായിട്ടും SN2 മെക്കാനിസം പെട്ടെന്ന് സ്പീഡപ്പ് ആയിട്ട് നടക്കുക ഏതിലാണ്? RIയിലാണ്. എന്നിട്ട് മാത്രമേ RBRൽ നടക്കുകയുള്ളൂ. ദെൻ RCl, ദെൻ RF. ഓക്കെ, അപ്പൊ RFലൊക്കെ ഏറ്റവും വീക്കറെ നടക്കാൻ കാരണം ഫ്ലോറിന്റെ സൈസ് കുറവായത് കൊണ്ട് തന്നെ ഫ്ലോറിൻ അല്ലെങ്കിൽ എന്ത് ഫ്ലൂറോ അല്ലെങ്കിൽ ആൽക്കൈൽ ഫ്ലൂറൈഡ്സിൽ അല്ലെങ്കിൽ RFൽ എന്ത് നടക്കും? വീക്കർ ആയിട്ട് മാത്രമേ ബോണ്ട് ബ്രേക്ക് നടക്കുള്ളൂ. അതായത് SN2 റിയാക്ഷൻ വളരെ സ്ലോ ആയിട്ട് RFൽ നടക്കുള്ളൂ. അപ്പൊ ഏറ്റവും ഇവിടെ തന്നിരിക്കുന്ന ഓർഡർ ഏതാണ്? ഓപ്ഷൻ ഡി, RI ഗ്രേറ്റർ ദാൻ RBR ഗ്രേറ്റർ ദാൻ RCl ദെൻ RF. അപ്പൊ ഓപ്ഷൻ ഡി ആണ് SN2 മെക്കാനിസം ഇവിടെ ഏറ്റവും സ്പീഡപ്പ് ആയിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ കറക്റ്റ് ഓർഡർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ ഒരു കാര്യം കൂടി ആലോചിക്കുക, പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി. ഈ കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ പിന്നെ SN2 മെക്കാനിക്സിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ OH മൈനസ് ആണെന്ത്? ഇവിടുത്തെ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ. ഇവിടെ തന്നിരിക്കുന്ന CH3Cl. ഓക്കെ, നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഇവിടെ ക്ലോറിൻ എന്താണ്? നമ്മുടെ വീക്ക് ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താ സംഭവിക്കുക? ഈ OH മൈനസ് നേരെ ഇതിന്റെ പിറകിലൂടെ വന്നിട്ടായിരിക്കും ഏതിനെ അറ്റാക്ക് ചെയ്യുക? നമ്മുടെ ഈ മോളിക്കൂളിനെ അറ്റാക്ക് ചെയ്യുക. അതായത് ഇവിടെ സൈമൾട്ടേനിയസ് ആയിട്ട് എന്ത് നടക്കും? ഈ OH മൈനസ് നമ്മുടെ ഈ ബേക്കിലൂടെ വന്ന് ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കും. അതേപോലെ Cl മൈനസ് എന്ത് ചെയ്യും? Cl പതുക്കെ സൈമൾട്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യും? ബോണ്ട് ഇങ്ങനെ ബ്രേക്കിങ്ങിലൂടെ അങ്ങനെ പോവും. ലാസ്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഈ OH മൈനസ് നമ്മുടെ CH3 മോളിക്കൂളിലേക്ക് അറ്റാച്ച് ചെയ്യും, ക്ലോറിനെ റിലീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പം നോക്കേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ SN2 മെക്കാനിസത്തിൽ ഇവിടെ ഇൻവേർഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ക്ലോറിനും ഉള്ള സമയത്ത് മീഥൈൽ ക്ലോറൈഡ് ഉള്ള സമയത്തുള്ള ഷേപ്പ് ആണോ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ആണോ പിന്നെ നമ്മുടെ OH അറ്റാച്ച് ചെയ്തപ്പോ? അല്ലല്ലോ. അതായത് ഇൻവേർട്ട് ചെയ്തിട്ടുണ്ട്, റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? അപ്പം SN2 മെക്കാനിസത്തിൽ ഇൻവേർഷൻ നടക്കുന്നുണ്ട്. അതേസമയം SN1 മെക്കാനിസത്തിൽ എന്ത് അങ്ങനെ ഒരു ചേഞ്ച് നടക്കുന്നില്ല. അവിടെ അതിന്റെ ഷേപ്പ് അത് കറക്റ്റ് ആയിട്ട് തന്നെ പ്രിസർവ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി SN2 മെക്കാനിസത്തിൽ ആലോചിക്കുക. SN2 മെക്കാനിസത്തിൽ എന്ത് അതിൽ ഇൻവേർഷൻ നടക്കുന്നുണ്ട്. അതായത് പിറകിലൂടെ ആണ് നമ്മുടെ OH മൈനസ് നമ്മുടെ മോളിക്കൂളിനെ അറ്റാക്ക് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ആ പുതിയ കോമ്പൗണ്ടിന്റെ ഷേപ്പ് ഇൻവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? ഇതാണ് SN2 മെക്കാനിസം. Then which of the following is an intensive property? വളരെ സിമ്പിൾ ചോദ്യമായിരുന്നു. നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നുണ്ട് ബേസിക് ആയിട്ട് എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, അതുപോലെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അപ്പൊ തന്നിരിക്കുന്നവയിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി ഏതാണ് ചോദ്യം? ഓപ്ഷൻ എ വിസ്കോസിറ്റി, ഓപ്ഷൻ ബി മാസ്, ഓപ്ഷൻ സി വോളിയം, ഡി ഇന്റേണൽ എനർജി. അപ്പൊ തന്നിരിക്കുന്നവയിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി ഏതാണ്? നമുക്കറിയാം എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഇന്റൻസീവ് പ്രോപ്പർട്ടി പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? അത്
എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ സൈസിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വിസ്കോസിറ്റി തന്നിരിക്കുന്നതിൽ വിസ്കോസിറ്റി ആണ് എന്ത്, നമ്മുടെ ആ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെയോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ സൈസിനെയോ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റി ഏതാണ്, വിസ്കോസിറ്റി. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വിസ്കോസിറ്റി ആണ്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മാസ്, വോളിയം, ഇന്റേണൽ എനർജി, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ? ഇതൊക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. കാരണം നമുക്കറിയാം, നമ്മളിപ്പം ഒരു പാത്രത്തിൽ ഒരു കുറച്ച് വെയിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പല പല പാത്രത്തിൽ എടുക്കും തോറും അതിന്റെ മാസിൽ വ്യത്യാസം വരും, അല്ലെങ്കിൽ അതിന്റെ വോളിയം വ്യത്യാസപ്പെടും. ഓക്കെ ആണല്ലോ. അതായത് അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ തന്നിരിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ സബ്സ്റ്റൻസിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് എന്ത്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ മാസ്, വോളിയം, ഇന്റേണൽ എനർജി ഒക്കെ എന്താണ്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കിയാൽ അറിയാം. ഇന്റൻസീവ് പ്രോപ്പർട്ടിന്റെ എക്സാമ്പിൾസ് ആണ് ഏത്, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, പ്രഷർ, വിസ്കോസിറ്റി ഒക്കെ. അതേപോലെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓർ ദ സൈസ് ഓഫ് ദ സിസ്റ്റം. ദെൻ ഇറ്റ്സ് എക്സാമ്പിൾസ് ആർ വോളിയം, മാസ് ആൻഡ് ഇന്റേണൽ എനർജി. ഇപ്പൊ ജസ്റ്റ് ഇതെന്തായാലും പഠിച്ചു വെക്കണം, നല്ലതാണ്. ഇനി വരുന്ന എക്സാംസിനൊക്കെ ചോദിക്കാം. ഓക്കെ, മേ ബി ഇന്റേണൽ എക്സ്റ്റെൻസീവ് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്റൻസീവിനെ ചോദിക്കാം. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ദെൻ അടുത്ത ചോദ്യം, ദ SI യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ഈസ്. റേഡിയോ ആക്ടിവിറ്റിന്റെ SI യൂണിറ്റ് ആണ് ചോദ്യം. അപ്പൊ തന്നിരിക്കുന്നതിൽ ക്യൂറി, റൂദർഫോർഡ്, ബെക്കറൽ, റോൺജൻ. അപ്പൊ ഇതില് നമുക്കറിയാം, ഇപ്പോ ക്യൂറി, റൂദർഫോർഡ്, ബെക്കറൽ ഇതൊക്കെ എന്താണ്, റേഡിയോ ആക്ടിവിറ്റിന്റെ യൂണിറ്റുകൾ തന്നെയാണ്. പക്ഷെ തന്നിരിക്കുന്നത് എന്താണ്, SI യൂണിറ്റ് ആണ് ചോദ്യം. അപ്പൊ SI യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റിന്റെ SI യൂണിറ്റ് ഏതാ, ബെക്കറൽ ആണ് റേഡിയോ ആക്ടിവിറ്റിന്റെ SI യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ക്യൂറി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് 3.7 × 10⁻10 ഡിസിൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ് ആണ് എന്ത്, ക്യൂറി എന്ന് പറയാം. അത് ഒരു നോൺ SI യൂണിറ്റ് ആണ്. റൂദർഫോർഡ് എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് 10⁻6 ഡിസിൻറ്റിഗ്രേഷൻ പെർ സെക്കൻഡ്. അതായത് ഈ ന്യൂക്ലിയർ ഡീക്കെ, അതായത് ഒരു സെക്കൻഡിൽ 10⁻6 ഡിസിൻറ്റിഗ്രേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡീക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് റൂദർഫോർഡ് എന്ന് ആ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്, RD എന്നുള്ള ലെറ്റർ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ബെക്കറലിന്റെ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂദർഫോർഡ് പറഞ്ഞാൽ എത്ര ബെക്കറലാ, ഒരു മെഗാ ബെക്കറലാണ് ഒരു റൂദർഫോർഡ്. ഓക്കെ, അതേസമയം നമ്മൾ ഇപ്പോൾ റോൺജൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ എക്സ്റേ, ഗാമാറേ ഇതിന്റെയൊക്കെ മെഷർമെന്റ് അല്ലെങ്കിൽ അതിന്റെ എക്സ്പോഷർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ജസ്റ്റ് റോൺജനൊക്കെ യൂസ് ചെയ്യുന്നത്. എന്തായാലും കോമൺ ആയിട്ട് റേഡിയോ ആക്ടിവിറ്റിന്റെ SI യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്, ബെക്കറൽ ആണ്. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കുക. ബെക്കറൽ മീൻസ് അതിന്റെ ഡെഫിനിഷൻ എന്താ, ജസ്റ്റ് ഒരു സെക്കൻഡിലെ ന്യൂക്ലിയർ ഡീക്കെ ആണ് എന്ത് 1 ബെക്കറൽ എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ചോദ്യം, X-rays are used for the study of crystal structure because. ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ പഠനത്തിനായിട്ട് എക്സ്റേ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ എന്താണ് ചോദ്യം. ഓപ്ഷൻ എ, എക്സ്റേസ് ആർ കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ് ബൈ ദ ക്രിസ്റ്റൽ. B, the wavelength of X-rays is of the same order of magnitude as the interatomic spacing in crystals. Option C, the wavelength of X-rays is very small in comparison with the interatomic spacing in crystal. D, the crystals are completely transparent to X-rays. അപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പറയുകയാണ് എന്താ, ആ ക്രിസ്റ്റല് എക്സ്റേസ് കംപ്ലീറ്റ്ലി അബ്സോർവ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സ്റ്റഡി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുമോ, ഇല്ലല്ലോ. കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ പറ്റില്ല. ദെൻ ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ എന്താ, ദ വേവ്ലെങ്ത് ഓഫ് എക്സ്റേ ഈസ് ഓഫ് ദ സെയിം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആസ് ദ ഇന്ററാറ്റോമിക് സ്പേസിംഗ് ഇൻ ക്രിസ്റ്റൽ. നമുക്കറിയാം, നമ്മുടെ മോളിക്യൂൾസിന്റെ ഇന്ററാറ്റോമിക് സ്പേസിംഗ് ഏകദേശം അതിന്റെ റേഞ്ച് അല്ലെങ്കിൽ അതിന്റെ ഓർഡർ വരുന്നത് എത്രയാണ്, ഏകദേശം 1 to 5 ആങ്സ്ട്രോം ആ റേഞ്ചിലാണ് അല്ലെ. 10⁻10 മീറ്റർ, സോറി 10⁻−10 ആ റീജിയനിലേക്കാണ് എന്ത്, ആ റേഞ്ചിലേക്കാണ് നമ്മുടെ ഇന്ററാറ്റോമിക് സ്പേസിംഗ് വരുന്നത്. അതേസമയം നമുക്ക് എക്സ്റേസ് ആണെങ്കിലും എന്തിന് കമ്പയറബിൾ ആയിട്ട് തന്നെ വരുന്നത്, ഈ ഇന്ററാറ്റോമിക് സ്പേസിംഗിന്റെ സൈസിന് കമ്പയറബിൾ ആയിട്ട് തന്നെയാണ് നമ്മുടെ എക്സ്റേന്റെ വേവ് ലെങ്ത് വരുന്നത്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു ക്രിസ്റ്റലിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്, അതിന്റെ എക്സ്റേന്റെ സൈസ് ആ ഇന്ററാറ്റോമിക്
സ്പേസിങ്ങിന് കമ്പാരബിൾ അല്ലെങ്കിൽ സെയിം ഓർഡർ ആയതുകൊണ്ടാണ്. അപ്പം ഇവിടെ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിക്കാൻ എക്സ്റേ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അറിയുന്ന പോലെ തന്നെ എന്താണ് ഇവിടെ എക്സ്റേ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ബ്രാഗ്സ് ലോ അറിയുന്നുണ്ടാവും, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. n ലാംഡ ഈക്വൽ ടു 2d സൈൻ തീറ്റ ഈ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാണ്ട് നമുക്ക് അല്ലെങ്കിൽ ബ്രാഗ്സ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്റ്റൽസിന്റെ ഇന്റർ ആറ്റോമിക് സ്പേസിംഗ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലിപ്പോ ലാംഡ എന്നുള്ളത് എന്താ, എക്സ്റേന്റെ നമ്മൾ അപ്ലൈ ചെയ്ത എക്സ്റേന്റെ വേവ് ലെങ്ത് ആണ്. അതുപോലെ ഡി എന്നുള്ളത് ഇന്റർ ആറ്റോമിക് സ്പേസിംഗ്, തീറ്റ എന്നുള്ളത് എന്താ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ഓരോ ക്രിസ്റ്റൽസിന്റെയും ഇന്റർ ആറ്റോമിക് സ്പേസിംഗ് ഒക്കെ എക്സ്റേ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ കുറേയൊക്കെ എന്താ ഡയറക്റ്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ ചിലതൊക്കെ +2 ലെവൽ വന്നിട്ടുണ്ട്. എന്നാലും ആകെ റയർ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മുടെ അഡ്വാൻസ് ലെവൽ വന്നിട്ടുള്ളൂ. ഇതുവരെ പറഞ്ഞതിൽ മെജോറിറ്റി എന്താണ് ഏകദേശം ബേസിക് ലെവൽ തന്നെയാണ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.